ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റഡി ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എന്താണതെന്ന്. എക്കണോമിക്സ്. ദ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ബ്രാഞ്ചസ്. അതായത് എക്കണോമിക്സിൻ്റെ പഠന വിഷയത്തെ രണ്ട് ബ്രാഞ്ചായി അല്ലെങ്കിൽ രണ്ട് ശാഖകളായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ മൈക്രോ എക്കണോമിക്സ് എന്നും സെക്കൻഡ് വൺ മാക്രോ എക്കണോമിക്സ് എന്നുമാണ്. അപ്പോൾ സാമ്പത്തികശാസ്ത്ര പഠന വിഷയത്തെ രണ്ടെണ്ണമായി തരംതിരിക്കാം. ഒന്ന് മൈക്രോ എക്കണോമിക്സ് എന്നും അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തികശാസ്ത്രം എന്നതിനെ പറയാം. മറ്റൊന്നാണ് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇവ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൈക്രോ എക്കണോമിക്സ് എന്താണ്? മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ദ എക്കോണമി. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ യൂണിറ്റ് അഥവാ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഡീൽസ് വിത്ത് പാർഷ്യൽ ഇക്വിലിബ്രിയം. ഇതിൽ കൈകാര്യം ചെയ്യുന്നത് എന്താണ്? ഭാഗിക സന്തുലിത വിശകലനമാണ്. അതായത് പാർഷ്യൽ ഇക്വിലിബ്രിയം മീൻസ് ഭാഗിക സന്തുലിത വിശകലനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ളത്. ദെൻ നെക്സ്റ്റ്, വേംസ് ഐ വ്യൂ പോയിന്റ്. അതായത് ഇത് സമ്പദ് വ്യവസ്ഥയെ നോക്കിക്കാണുന്ന എങ്ങനെയാണ്? ഒരു വേംസിൻ്റെ ഐ വ്യൂ പോയിന്റിൽ, അതായത് ഒരു പുഴുവിൻ്റെ കണ്ണൂടെ അത്രയും ചെറിയ വീക്ഷണത്തിലൂടെ കാണുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ആൾസോ നോൺ ആസ് പ്രൈസ് തിയറി. മൈക്രോ എക്കണോമിക്സിൽ എന്തറിയപ്പെടുന്നു? പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നു. അതായത് വില സിദ്ധാന്തം എന്നും ഏതിനറിയപ്പെടാം? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ അറിയപ്പെടുന്നു. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഭാഗിക സന്തുലിത വിശകലനമാണുള്ളത്. സമ്പദ് വ്യവസ്ഥയെ ഒരു പുഴുവിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നു. വില സിദ്ധാന്തം എന്നും അറിയപ്പെടുന്ന ഒന്നാണ് എൻ്റെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ്. ദെൻ നെക്സ്റ്റ് ഏതാണ്? മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് എക്കോണമി ഹാസ് എ ഹോൾ. അതായത് ഇതെന്താണ്? എക്കോണമിയെ മുഴുവനായിട്ട്, അതായത് സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ മുഴുവനായിട്ട് പഠിക്കുന്ന ഒന്നാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഡീൽസ് വിത്ത് ജനറൽ ഇക്വിലിബ്രിയം. ഇതെന്താണ്? ജനറൽ ഇക്വിലിബ്രിയം, പൊതു സന്തുലിത വിശകലനമാണ് ഇവിടെയുള്ളത്. പൊതു സന്തുലിത വിശകലനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലുള്ളത്. ദെൻ ഇറ്റ് ബേർഡ്സ് ഐ വ്യൂ പോയിന്റ്. അതായത് ഇതിലെന്താ കാണുന്ന? ഒരു സമ്പദ് വ്യവസ്ഥയെ ഒരു പക്ഷിയുടെ കണ്ണിലോ, പക്ഷി മീൻസ് എന്താ? എല്ലായിടവും പറന്നടക്കുന്നൊരു ഇതാണ് അല്ലേ. അപ്പോൾ അത് എല്ലായിടത്തും കൂടി നോക്കിക്കാണാം. അതായത് സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് വീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയാം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ദെൻ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് തിയറി. ഇതിനെന്ത് വിളിക്കാം? വരുമാന തൊഴിൽ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്ന ഒന്നാണ് എന്ത്? മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ രണ്ട് ബ്രാഞ്ചസ് ആണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ്. മൈക്രോ മീൻസ് സ്മോൾ ആണ്, മാക്രോ മീൻസ് ലാർജ് ഓർ ഹോൾ ആണ്. അതാണ് ഇതിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത്.